ഹലോ ഗായ്സ്, വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്നിപ്പോൾ ഈസ്റ്ററായിട്ട് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പുതിയ യൂട്യൂബറും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ യൂട്യൂബറുടെ കൂടെ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ വന്നത്. ഇപ്പോൾ യൂട്യൂബറുടെ ആവശ്യത്തിന് വേണ്ടി പുറത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായാലും ഞാനും വീഡിയോ ഇട്ടിട്ടാകും നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങളിപ്പം അവളുടെ ഷൂട്ടിംഗ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. അവളുടെ പോർഷൻസൊക്കെ ഏകദേശം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട്, അവളിവിടെ കളിക്കുക. അവിടെ ഇപ്പം പാർക്കിൽ കളിക്കുന്നുണ്ട്. എന്നോട് അവളുടെ ബോഡിയിൽ മയക്കൊന്നും വെക്കലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പോയിട്ട് അവളൊന്ന് കളിക്കുന്നത് കണ്ടിട്ട് വരാവാ. ഗായ് സുട്ടു ഇവിടെ കളിക്കുന്നുണ്ട്. അതേണ്ടേ നമ്മുടെ നേരെ ബാക്കിൽ, എൻ്റെ ബാക്കിൽ കാണുന്ന ഈ പാർക്ക് ഉണ്ടോ, ഇവിടെ സുട്ടു കളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴേ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്, വേറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ ഒന്നും വീഡിയോ എടുക്കുന്നത് ശരിയല്ല. തന്നെയല്ല, മുതലാളി എന്നൊന്നും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറിയിരുന്നു. ഇവിടെ ആണെങ്കിലേ കുറച്ച് തണലൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ എന്നായി. എനിക്കാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഡ്യൂട്ടി ഉണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം നമ്മുടെ ഈസ്റ്റർ ലഞ്ചൊക്കെ കഴിക്കാനായിട്ട്. ഇത്തവണ അങ്ങനെ ഈസ്റ്ററൊക്കെ വളരെ വിധമായ രീതിയിൽ അങ്ങ് പോവാണ്. ഇപ്പോൾ ഈ സമയത്ത് വന്നപ്പോൾ ഇവിടെ ഒത്തിരി പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിൻ്റെയൊക്കെ പേരെന്നാന്ന് കൂടി അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. എനിക്കൊന്ന് വൈകിട്ട് വരുന്നതിനേക്കാളും എനിക്ക് ഈ പാർക്കിലൊക്കെ വരാൻ ഇഷ്ടം ഈ നല്ല ലൈറ്റൊക്കെ ഉള്ള സമയമാണ്. നമുക്ക് ഇഷ്ടം പോലെ ഗൈസ്. അങ്ങനെ നമ്മുടെ യൂട്യൂബർ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മടുത്ത് വലഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അവളോട് അവളുടെ വീഡിയോ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേനും അവളിനോട് പറയുക, ഇനിയിപ്പം അവൾക്ക് ജ്യൂസ് മേടിച്ചു കൊടുക്കാതെ ഒരു വീഡിയോയും ചെയ്യില്ല. ഇത്ര നേരം ആവേശത്തോടെ കളിച്ച ആൾ ഇപ്പോൾ അവൾക്ക് കളിക്കാൻ വയ്യ പോലും, അവൾക്ക് നടക്കാൻ വയ്യ, അവളെ എടുക്കണം. യൂട്യൂബർ എന്താ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും യൂട്യൂബർക്ക് കുടിച്ചാത്തം കൂടിയോ? എന്നാ ജ്യൂസാ വേണ്ട സുട്ടു? കുരുള്ള യെല്ലോ ജ്യൂസോ? ഗൈസ്, അങ്ങനെ സുട്ടുവിൻ്റെ വീഡിയോ എടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പം ചോറുണ്ടാം. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലൊക്കെ എന്നാ മമ്മി ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കാം. നമുക്ക് അത് കൂട്ടിയൊരു പിടിപിടിക്കാം. ഫസ്റ്റ് പാത്രം തുറന്നത് നമ്മുടെ മീൻകറിയാണ്. നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ട് കുക്കറിൽ. ഇനിയിപ്പോൾ കുക്കറിൽ എന്തായിരിക്കണേ നോക്കട്ടെ. കുക്കറിൽ ബീഫ് പെരളനാന്ന് തോന്നുന്നത് കേട്ടോ. എന്താ ബീഫാണ്, ബീഫ് പെരളൻ. അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം നല്ല ഒന്നാം തരം പോർക്ക് ഫ്രൈ. പിന്നെ ഗൈസ് ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഇച്ചിരി എന്തെങ്കിലും പച്ചക്കറിയും കൂടെ ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ക്യാബേജും ക്യാരറ്റും തോരനുണ്ട്. നല്ല ക്യാബേജും ക്യാരറ്റും തോരനും വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കട്ടെ എന്താ നമ്മുടെ ചാറുകറി നോക്കാം. ചാറുകറി നമ്മുടെ മോരുകറി കേട്ടോ, മോരുകറി. അപ്പോൾ ഗൈസ് ഇതെല്ലാം കൂട്ടി നമ്മുടെ ഈസ്റ്റർ സദ്യ കൊണ്ടിട്ട് വരാം.